നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. മരിച്ചത് ചെറുവത്താനി സ്വദേശി വിഷ്ണു. ആശുപത്രിയിൽ എത്തിച്ച സുഹൃത്തുക്കൾ ചേർന്ന് യുവാവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 3 പേർ അറസ്റ്റിൽ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം. തുടർഭരണം അഴിമതിക്കെതിരായ പോരാട്ടത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമെന്ന് നേതാക്കൾ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ BJPക്ക് സഖ്യകക്ഷി ഭരണവുമായി ഏറെ നാൾ മുന്നോട്ടു പോകാനാകില്ലെന്ന് NCP സംസ്ഥാന കമ്മിറ്റി അംഗം ലതിക സുഭാഷ്. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. രാത്രി ജോലി കഴിഞ്ഞ് ഊരിലേക്ക് വരികയായിരുന്ന യുവാവിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. പ്രദേശവാസികൾ ഭീതിയിൽ. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ. നഗരത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അനുകൂലിച്ച്. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പോസ്റ്ററിൽ പരാമർശം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. ചെറുവത്താനി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിഷ്ണുവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും ചെറുവത്താനി സ്വദേശികളുമായ ഷിജിത്ത്, കണ്ണൻ, ശ്രീശാന്ത്, വിഷ്ണുരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പ്രതികൾ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ വിഷ്ണുവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് ആശുപത്രി അധികൃതരെ അറിയിച്ചത്. പരിശോധനയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ഇക്കാര്യം പോലീസിൽ അറിയിക്കുമെന്ന് വ്യക്തമാക്കി. ഇതോടെ പ്രതികൾ ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടു. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. അതിനിടെയാണ് വിഷ്ണുവിനെ 3 പേരും ചേർന്ന് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് വിഷ്ണുവിനെ മർദ്ദിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കി. ഇതോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. അഗളി കൂടൻചാള ഊരിലെ 34 വയസ്സുള്ള ഈശ്വരനാണ് പരിക്കേറ്റത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അട്ടപ്പാടിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. അഗളി കൂടൻചാള ഊരിലെ ഈശ്വരനാണ് പരിക്കേറ്റത്. രാത്രി 9 മണിയോടെ ജോലി കഴിഞ്ഞ് ഊരിലേക്ക് വരികയായിരുന്ന ഈശ്വരൻ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. അടുത്തെത്തിയ ഈശ്വരനെ തുമ്പിക്കൈ കൊണ്ട് കാട്ടാന അടിച്ചു. അടിയേറ്റ യുവാവ് തെറിച്ചു വീണു. ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്ത ആനയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഈശ്വരൻ 200 മീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പരിശോധനയിൽ യുവാവിൻ്റെ വാരിയലിനും പല്ലിനും പൊട്ടലുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ. നഗരത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അനുകൂലിച്ചാണ് ഇന്നത്തെ പോസ്റ്ററെങ്കിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് എതിരെയായിരുന്നു പോസ്റ്ററുകൾ. എന്നാൽ ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്നത്തെ പോസ്റ്റർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. DCC ഓഫീസ് മതിലിൽ തന്നെയാണ് ജോസിനെ അനുകൂലിച്ചുള്ള പോസ്റ്ററും പതിച്ചിരിക്കുന്നത്. അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെയാണ് പോസ്റ്റർ. ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി ചേലക്കരയിൽ എന്നാണ് പോസ്റ്ററിലെ വാചകം. ചേലക്കര കോൺവെന്റ് സ്കൂളിന് എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി BJP കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. BJP കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യല്ലൂർ മുതൽ കൊല്ലങ്കോട് ടൗൺ വരെയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്.
ആഹ്ലാദ പ്രകടനത്തിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം N. ബാബു, കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TC കണ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ N. ദിവാകരൻ, TN രമേശ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി B. ഉദയൻ, നേതാക്കളായ K. രാമദാസ്, M. ജിഷ്ണു, രാജൻ കൊല്ലങ്കോട്, V. മോഹനൻ, PK ജയൻ, മുരുകേശൻ, സുനിൽ, ബിന്ദു സേതുമാധവൻ, ശ്രീദേവി, പ്രമീള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി BJP മുതലമട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുതലമട BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ചുള്ളിയാർമേട് വഴി കാമ്പർത്ത് ചള്ളയിൽ സമാപിച്ചു. കേന്ദ്രത്തിൽ NDA സർക്കാർ മൂന്നാം തവണയും അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിലെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി മധുര വിതരണവും വെടിക്കെട്ടും നടത്തി. പരിപാടി BJP ജില്ലാ സെക്രട്ടറി M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശിവകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ബാബു അഞ്ചനംചിറ, മണ്ഡലം സെക്രട്ടറിമാരായ ഹരിദാസ് ചുവട്ടുപാടം, ദേവൻ പാപ്പാൻചള്ള, ശിവദാസ്, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി രാജേഷ് മുതലമട, സുദേവൻ കാമ്പർത്ത് ചള്ള, മോഹനൻ കാടാംകുറിശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് സഖ്യകക്ഷി ഭരണവുമായി ഏറെ നാൾ മുന്നോട്ടു പോകാനാകില്ലെന്ന് NCP സംസ്ഥാന കമ്മിറ്റി അംഗം ലതിക സുഭാഷ്. പാലക്കാട്ട് NCP സ്ഥാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാതിരുന്ന മോദിക്കും BJPക്കും കിട്ടിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. ജനാധിപത്യ മതേതര സംരക്ഷണത്തിൽ NCPയുടെ നിലപാട് ചോദ്യം ചെയ്യാനാവാത്തതാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ വിജയമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് കൂട്ടുകക്ഷി ഭരണവുമായി ഏറെക്കാലം മുന്നോട്ടു പോകാനാകില്ലെന്നും ലതിക സുഭാഷ് പറഞ്ഞു. ദേശീയ തലത്തില് ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിർത്തുവാനായിട്ട് ഒരാളെ കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോഴേക്കും ഒരാൾ അപ്പുറത്തെ വഴിയെ പോകും. ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കുവാനായിട്ട് തന്റെ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് ശ്രീ ശരത് പവാർ നിന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ആ ശക്തമായ നേതൃത്വം, യഥാർത്ഥ നേതാവ് ആരാണ്, മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ശ്രീ പവാറിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഉജ്ജ്വല വിജയമാണ് അദ്ദേഹത്തിന് കാഴ്ചവെക്കട്ടെ. NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം റസാഖ് മൗലവി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഷെനിൻ മന്ദിരാട്, വർഗീസ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. പാലക്കാട് സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് K. ബിന്ദു പതാക ഉയർത്തി. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം അംഗീകരിക്കില്ലെന്ന് ചടങ്ങിൽ NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K. സന്തോഷ് പറഞ്ഞു. പുരോഗമന പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചന ശക്തി പ്രാപിക്കുകയാണ്. കേന്ദ്ര നയങ്ങളാണ് കേരളത്തെ തകർത്തത്. ഇതറിയാതെയാണ് കുപ്രചരണം നടത്തുന്നതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. ഏരിയ സെക്രട്ടറി സജിത്, രാമദാസ്, സുധാകരൻ, പരമേശ്വരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നേരെ മറിച്ചോ ഈ സംസ്ഥാനത്ത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ സിവിൽ സർവീസ് ഇവിടെ സൂചിപ്പിച്ച 60 ലക്ഷം സ്ത്രീകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിയമന നിരോധനം വഴി ഒഴിവുകൾ നികത്താതെ കിടക്കുമ്പോ ഈ കേരളത്തിൽ ആകെ തസ്തികകളുടെ എല്ലാ തസ്തികളും നിയമനം നടത്തുന്നത് മാത്രമല്ല ഇന്ത്യയിലാകെ നിയമനം നടത്തുന്ന തസ്തികകളെ 40% ഈ കൊച്ചു സംസ്ഥാനമാണ് എന്ന നിലയിൽ കാണാൻ വേണ്ടി കഴിയണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കാതിരുന്ന മോദിക്കും BJPക്കും കിട്ടിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. ജനാധിപത്യ മതേതര സംരക്ഷണത്തിൽ NCPയുടെ നിലപാട് ചോദ്യം ചെയ്യാനാവാത്തതാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ വിജയമാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് കൂട്ടുകക്ഷി ഭരണവുമായി ഏറെക്കാലം മുന്നോട്ടു പോകാനാകില്ലെന്നും ലതിക സുഭാഷ് പറഞ്ഞു. NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം റസാഖ് മൗലവി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ,
ഷെനിൻ മന്ദിരാട്, വർഗീസ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഠനകാലം മുതൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങും വരെ ഒരുമിച്ച് നടന്നവരാണ് വാണിയംകുളം മാന്നന്നൂരിലെ രാജനും രാമചന്ദ്രനും. KSRTCയിൽ നിന്ന് വിരമിച്ച ഇരുവർക്കുമായി മാന്നന്നൂർ മഹാത്മജി വായനശാല സ്നേഹവിരുന്നൊരുക്കിയപ്പോൾ ചടങ്ങിനെ വികാരഭരിതമാക്കിയത് അപൂർവമായ ഒരു ആത്മബന്ധത്തിന്റെ വഴിയോർമ്മകളാണ്. വാണിയംകുളം മാന്നന്നൂർ പച്ചയിൽ PS രാജനും മാന്നന്നൂർ 16 പതിയിൽ PN രാമചന്ദ്രനും ഇക്കഴിഞ്ഞ മെയ് 31-നാണ് KSRTC സർവീസിൽ നിന്ന് വിരമിച്ചത്. കവളപ്പാറ വയലോരം റിസോർട്ടിൽ ഇരുവർക്കുമായി മാന്നന്നൂർ മഹാത്മാജി സ്മാരക വായനശാല ഒരു സ്നേഹവിരുന്നൊരുക്കിയപ്പോൾ ഇവരെ അടുത്തു പരിചയമില്ലാത്തവർക്ക് മാത്രം അതൊരു സാധാരണ ചടങ്ങായിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിടുന്ന ഒരാത്മബന്ധത്തിൻ്റെ വൈകാരികത വയലോരത്ത് പൂത്തുലഞ്ഞപ്പോൾ സ്നേഹസംഗമം സ്നേഹസാഗരമായി. പരിചയക്കാർ PSR, PNR എന്നീ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന രാജനും രാമചന്ദ്രനും കണ്ടുമുട്ടുന്നത് 1-ാം ക്ലാസ്സിലെ ബെഞ്ചിൽ വെച്ചാണ്. 7 വരെ മാന്നന്നൂർ UP സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഇരുവരുടെയും ഹൈസ്കൂൾ പഠനം വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നെങ്കിലും ബാല്യകാല സൗഹൃദം ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചു. പഠനകാലത്തും മഹാത്മാജി വായനശാലയുടെ സജീവ പ്രവർത്തകരായിരുന്നു രണ്ടുപേരും. 2 വ്യത്യസ്ത ട്യൂഷൻ സെൻ്ററുകളിൽ അധ്യാപകരായാണ് തൊഴിൽ ജീവിതം തുടങ്ങുന്നത്. ഒരു നിയോഗം പോലെ വിദേശത്ത് തൊഴിലെടുത്തപ്പോൾ ഇരുവരും സൗദി അറേബ്യയിൽ. ഇടക്കാലത്ത് നാട്ടിലെത്തി ഇരുവരും PSC എഴുതി. രണ്ടുപേർക്കും അങ്ങനെ KSRTCയിൽ ജോലിയും ലഭിച്ചു. രണ്ടുപേരും ഒരുമിച്ച് മാന്നന്നൂർ UP സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ പഠിക്കുകയും തുടർന്ന് ഹൈസ്കൂൾ മാത്രം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് പഠിക്കും. ഞാൻ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിലും രാജൻ പട്ടാമ്പി സംസ്കൃത ഹൈസ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് വന്നു. വീണ്ടും എന്നും കൂടെ വേർപിരിഞ്ഞു. ഡിഗ്രിക്ക് തുടങ്ങിയപ്പോൾ പിന്നെ വീണ്ടും ഒരുമിച്ച് ഗൾഫിൽ പോയി. ഞങ്ങൾ ഗൾഫിൽ ഒരുമിച്ച് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് അത് രസമല്ല, ഞങ്ങളൊരു 5 പേര് ഒരുമിച്ചാണ് പാസ്പോർട്ട് എടുത്തത്. ആ 5 പേരും ഗൾഫിൽ പോയി. അതിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ചാ പോയതെന്ന് മാത്രം. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം PSC എഴുതിയിട്ട് ഞാൻ KSRTCയിൽ കണ്ടക്ടറായിട്ട് കിട്ടിയിട്ട് ഞാനും കൂടെ പോകുന്നു. അപ്പോഴും രാജ്യം പോകുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത PSC വന്നപ്പോൾ രാജനും അതിൻ്റെ ഞാനും എഴുതി. ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടുള്ളൂ, അത് കിട്ടുകയും ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അനിവാര്യമായ വിരമിക്കലിൻ്റെ സ്റ്റോപ്പിൽ ബെല്ലടിച്ചപ്പോൾ ഇക്കഴിഞ്ഞ 31-ന് ഒരുമിച്ച് പടിയിറക്കാം. പക്ഷേ ഗ്രാമനന്മയിൽ വിരിഞ്ഞ അപാരമായ ഒരു സൗഹൃദത്തിൻ്റെ സർവീസ് ഇവിടെ അവസാനിക്കുന്നില്ല. സമാനമായ സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന ഇരുവരും ഇരുമെയ്യാണെങ്കിലും ഒറ്റക്കരളാണ്. അതുകൊണ്ടുതന്നെ മാന്നന്നൂർ നിവാസികൾ ഒരുമ എന്ന വാക്കിന് കണ്ടെത്തിയ അർത്ഥം RR എന്നാകുന്നു. ഞങ്ങളുടെ നാട് മാന്നന്നൂരാണ്. മാന്നന്നൂരിൽ ഒരുമ എന്ന വാക്കിനിപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ അർത്ഥം RR എന്നാണ്. RR എന്ന് പറഞ്ഞാൽ രാജനും രാമചന്ദ്രനും. ഇവരുടെ വളരെ രസകരമായൊരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുമയിൽ അല്ലെങ്കിൽ അവരുടെ ആ ചേർച്ചയിൽ ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ PS രാജനും ഞങ്ങളുടെ രാമചന്ദ്രനുമാണ് ഇവർ. ഒരുമയുടെ ഒരേ ഹൃദയമുള്ള ഒരേ വേവ് ലെങ്ത്തുള്ള 2 വ്യക്തിത്വങ്ങൾ. അവർക്കെന്നും ദീർഘായുസ്സുണ്ടാവാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിയുമ്പോൾ രാമചന്ദ്രനും രാജനും മുന്നിൽ സമയം ഒത്തിരിയുണ്ട്. മഹാത്മാജി വായനശാലയിൽ സജീവമാകുന്നതിനൊപ്പം സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളുമായി ജീവിതത്തെ അടയാളപ്പെടുത്താനാണ് ഇരുവരുടെയും ആഗ്രഹം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി ചോറൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി ശംഭു എമ്പ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടന്നത്. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, 25 കലശപൂജ, 25 കലശാഭിഷേകം, ഉച്ചപൂജ, തുടർന്ന് പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് സമൃദ്ധമായ അന്നദാനവും ഉണ്ടായി. വൈകുന്നേരം ഗജവീരന്മാർ, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി പാട്ടുകണ്ടത്തിൽ നിന്നും ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
ഷൊർണൂർ കള്ളിപ്പാടൻ തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ജൂൺ മാസത്തെ സ്പെഷ്യൽ പരിപാടിയായി മുതുകുരിശുമന വാസുദേവനും ചെറുമുക്കുമന ശ്യാംകൃഷ്ണനും അവതരിപ്പിച്ച സോപാന സംഗീതം അരങ്ങേറി. പ്രസാദ വിതരണത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ക്ഷേത്ര സന്ദർശന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, T ജയൻ, P മുരളീധരൻ, N രാജഗോപാലൻ, PC നിതീഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. മരിച്ചത് ചെറുവത്താനി സ്വദേശി വിഷ്ണു. ആശുപത്രിയിലെത്തിച്ച സുഹൃത്തുക്കൾ ചേർന്ന് യുവാവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 3 പേർ അറസ്റ്റിൽ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം. തുടർഭരണം അഴിമതിക്കെതിരായ പോരാട്ടത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമെന്ന് നേതാക്കൾ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ BJPക്ക് സഖ്യകക്ഷി ഭരണവുമായി ഏറെ നാൾ മുന്നോട്ടു പോകാനാകില്ലെന്ന് NCP സംസ്ഥാന കമ്മിറ്റി അംഗം ലതിക സുഭാഷ്. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. രാത്രി ജോലി കഴിഞ്ഞ് ഊരിലേക്ക് വരികയായിരുന്ന യുവാവിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. പ്രദേശവാസികൾ ഭീതിയിൽ. തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ. നഗരത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെ അനുകൂലിച്ച്. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പോസ്റ്ററിൽ പരാമർശം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.